മോളെ ചെറുക്കനും കൂട്ടനും വരാറായി, എത്രയും പെട്ടെന്ന് റെഡി ആയിക്കോട്ടാ. അയ്യോ അമ്മേ, കേറി പോരെ. അല്ലതാരും ബ്രോക്കറോ? ഇത് അങ്ങനെ വിളിക്കരുത്, അതൊക്കെ പണ്ട്. ഇപ്പൊ അതിന്റെ ആദ്യത്തെ അക്ഷരം പറഞ്ഞാൽ മതി. എന്നാ ബ്രോ. എന്തോ അവിടെ കോളിംഗ് ബെല്ലിന്റെ സ്വിച്ചിൽ ഞാൻ വിരലിങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ, ഷോക്ക് അടിച്ച് പൊളഞ്ഞു പോയല്ല. ആ കോളിംഗ് ബെല്ല് സ്വിച്ചില്ലേ കംപ്ലൈന്റ് ആയിട്ടിരിക്കാണ്. എത്ര ഇലക്ട്രീഷ്യൻ എടുത്ത് പറഞ്ഞറിയോ അതൊന്ന് റെഡിയാക്കാൻ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഇറത്ത് കൊടുത്തത്. ആരെങ്കിലും വന്ന് ഞെക്കുമ്പോ അപ്പൊ തന്നെ ഇറത്തടിക്കൂല. അപ്പൊ അറിയാലോ പുറത്താളുണ്ടെന്ന്. എങ്ങനെയുണ്ട് ഐഡിയ? നല്ല ഐഡിയ. അല്ല ഒറ്റക്ക് വന്നോളൂ, ചെറുക്കനും കൂട്ടരും വന്നില്ലേ? അവര് വന്നോണ്ടിരിക്കാന്നേ. അയ്യോ അമ്മേ, പോരെ. നമസ്കാരം. നമസ്കാരം. വഴി തെറ്റിയൊന്നുമില്ലല്ലോ. ചോദിച്ചാ പോകുന്നത്. ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പേര്? നാരായണൻകുട്ടി. അവിടെ കേശു. ഈശോയാ? കേശു അല്ല, കേശു. ഓക്കെ, എന്തായാലും നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോയി പെണ്ണിനെ വിളിച്ചിട്ട്. ആയിക്കോട്ടെ. നല്ല വീട് അല്ലേ? താൻ എന്ത് പുഴുങ്ങിയ തന്തയാടോ? മകന് വേണ്ടി പെണ്ണ് കാണാൻ വരുമ്പോ നിങ്ങൾ ഈ ഫ്രീക്ക് സ്റ്റൈലിലാണോ വേണ്ടത്? അവര് കണ്ടാ വിചാരിക്കും നിങ്ങളാണ് ചെറുക്കാൻ, അത് തന്താന്ന് വിചാരിക്കൂലേ? എടോ, ഞാൻ പണ്ട് തുടങ്ങിയ ഫ്രീക്കനാണ്. ഞാൻ എന്റെ സ്റ്റൈലിൽ തുടരുന്നു, പിന്നെ ഞാൻ ട്രെൻഡിനനുസരിച്ച് നടക്കുന്ന ആളല്ലേ. അതിനെന്താ കുഴപ്പം? എന്താണ് കുഴപ്പം? എന്താ ചേട്ടായി പറഞ്ഞ? അച്ഛൻ അച്ഛന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. ഓൾഡ് ഈസ് ഗോൾഡ്. ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യമാണ്. പിന്നെ ഹായ് ഫ്രെഡി ഡിയർ, എവിടെയാടാ? ഞാനേ മകന് വേണ്ടിട്ട് ഒന്ന് പെണ്ണ് കാണാൻ വേണ്ടി വന്നതാ. ഇല്ലില്ല, പുതുക്കലവട്ടം. ഓക്കെ ഓക്കെ, ഈവനിങ് കാണാടാ, ബീച്ചിൽ കാണാം, അല്ലെങ്കിൽ ഞാൻ പബ്ബിൽ വരാം. ഓക്കെടാ, ബൈ ബൈ. ഗോവിന്ദൻകുട്ടി, അച്ഛനുമായിട്ട് പെണ്ണ് കാണാൻ വന്നാ. ഈ കല്യാണം നടക്കും. ഞാൻ മടുത്തു ഇങ്ങനെ പെണ്ണ് കണ്ട് കണ്ട് കണ്ട്. വൈകിട്ട് ഉടുപ്പിൽ ഓടിച്ചില്ല. ഉടുപ്പി ഹോട്ടലിൽ നിനക്ക് ഞാൻ ഉഴുന്നുവടയും ചായയും മേടിച്ചു തരും, എന്റെ വക ചെലവ്. വൈകിട്ട് കാണാം. അതെ, നിങ്ങൾ പെൺകുട്ടീനെ കണ്ടിട്ടുണ്ടാ? ഇല്ല, പെൺകുട്ടിയെ കണ്ടില്ലല്ലോ, കാണാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അതല്ല, പെൺകുട്ടിയെ നിങ്ങളൊന്ന് കാണണം. പൂച്ചയുടെ കണ്ണുകള്, മാൻപേടയുടെ കഴുത്ത്, തത്തമ്മയുടെ ചുണ്ട്, ഒരു വെള്ള മുയലിന്റെ നിറം. മനുഷ്യന്റേതായിട്ട് ഒന്നുമില്ലേ? എനിക്ക് കല്യാണം വേണ്ട, ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ. നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ളത് മതി. നാരായണൻകുട്ടി, നീ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ. എടാ, നമ്മള് പെണ്ണിനെ കാണാനല്ലേ വന്നേക്കണത്, നമുക്ക് ലൈവായിട്ട് കാണാമല്ലോ. കണ്ടിട്ട് നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് വിട്ടേക്കാം. അത്രേ ഉള്ളൂ. പിന്നെ പെൺകുട്ടി +1 ആണ് കേട്ടാ. വണ്ണമുള്ള പെണ്ണിനെ വേണ്ടെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞതല്ലേ. എന്റെ രൂപത്തിനുള്ള പെണ്ണ് മതി. വേണ്ടെന്ന് വെക്ക്. +1 എന്നല്ല പറഞ്ഞത്, +1 പഠിക്കുന്ന കുട്ടിയാണെന്ന്. വിദ്യാഭ്യാസം വേണം. ഇതുപോലത്തെ ഒരു മകനെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയടോ? അവൻ അല്പം പഴഞ്ചനാണ്, ഞാൻ അല്പം ഫ്രീക്കനുമാണ്. മോളവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാണ്. ആയിക്കോട്ടെ. എന്തായാലും നല്ലൊരു ദിവസല്ലേ, അല്പം മധുരം കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഷുഗർ പ്രായമാകുമ്പോ എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് തന്നെ കൊളസ്ട്രോൾ, ഷുഗർ, മഞ്ഞപ്പിത്ത എല്ലാം ഉണ്ട്, മൈൻഡ് ചെയ്യാറില്ല. അല്ലെ, ഷുഗർ ആണെങ്കിൽ വേറെന്തെങ്കിലും നല്ല നാടൻ ചേമ്പ്, കാന്താരി മുളകും ഉള്ളിയും വെളിച്ചെണ്ണയും കൂടെ ചാലിച്ച് ഉണ്ടാക്കി കിട്ടുമായിരുന്നു. എങ്ങനെയാണ് മറ്റൊന്നും വിചാരിക്കരുത്. നമുക്ക് പോണ ഒഴികെ കാച്ചിൽ പുഴുകിയത് ഞാൻ വാങ്ങിത്തരാം. അതെ, നിങ്ങളൊരു പണിയേ, പെണ്ണിനെ വിളിക്കട്ടെ? ആയിക്കോട്ടെ. മീനെ. അതെ, മീനൊന്നും വാങ്ങണ്ട, ഞങ്ങൾ ഉച്ചക്ക് ഉണ്ണാനൊന്നും നിൽക്കണമെന്നില്ല. പെണ്ണിനെ കാണുന്നു, അപ്പൊ തന്നെ സ്ഥലം വിടുന്നു. മീൻ വാങ്ങിക്കുന്ന കാര്യമില്ല പറഞ്ഞത്. എന്റെ മകളുടെ പേരാണ് മീനാക്ഷി. മോളെ വിളിക്കും. മോളെ വേമ്പാ. ഇതാണ് എന്റെ മോള്. മീനല്ലേ? നൈസ് നെയിം. പേരെന്താ? അതല്ലടോ പറഞ്ഞ മീനാന്ന്, മീനാക്ഷി. പിന്നെ ചോദിക്കണമെന്നിട്ടാ? അതല്ല, നമ്മള് വേറെ വല്ലോ ഓമന പേര് വല്ലതും വിളിക്കുവോ? മീനൂട്ടി എന്ത് ചെയ്യുന്നു? മീൻ കൂട്ടിയാൽ കൈ കഴുകണം, അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. നാണം കൊണ്ടായിരിക്കും കളം വരയ്ക്കുന്നേ. കാല് കൊണ്ടല്ലേ കളം വരക്കുന്നത്? അയ്യോ അല്ല, ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട്, പെണ്ണ് കാണാൻ വരുമ്പോ ഇങ്ങനെ ഇട്ട് കാലിട്ട് കറക്കണോന്ന്. അടിപൊളി. ഇവരെത്ര മക്കളാണ്? 8 മക്കളാണ്.
എന്താ പരിപാടി? ഞാൻ നിർമ്മാണ തൊഴിലാളിയാണ്. ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോ ആ തൊഴിൽ നിർത്തി. അതെന്നാ നീ നാട്ടുകാർ തല്ലിക്കൊന്നാള് തന്നെ. അതെ, ചെറുക്കനും പെണ്ണിനൊക്കെ എന്തെങ്കിലും സംസാരിക്കാനെങ്കിൽ സംസാരിച്ചോട്ടെ. ശരിയാണ് അല്ലേ? ഇപ്പോഴത്തെ പയ്യന്മാരാണല്ലോ. അതെ അപ്പൊ അവർക്ക് രണ്ടുപേർക്കും കൂടി എന്തെങ്കിലും സംസാരിക്കാണ്ടാവും. ആയിക്കോട്ടെ. അതെ 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 അതെ. ഞാന് ഒരു നിമിഷം, ഒരു മിനിറ്റ്. ഒന്ന് വന്നോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ കണ്ടപ്പോ മനസ്സിലായി അച്ഛന്റെ മോളാന്ന് കണ്ടാ പറയത്തില്ല. അങ്ങനെ പലവരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മൈൻഡ് ചെയ്യാറില്ല. സ്ത്രീധനമായിട്ട് എനിക്കൊന്നും വേണ്ട. തരണമെന്ന് ആഗ്രഹമുണ്ട്, പോ എല്ലതും വേണ്ടേ. ഞാൻ എന്നോട് സംസാരിക്കാം. ഓക്കെ ഓക്കെ. പദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം നീയൊരു അച്ഛനോട് ചോദിച്ചു. ഒന്ന് വരാമോ പ്ലീസ്? ഒന്ന് എനിക്ക് കുട്ടിയെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ നേരത്തെ പറഞ്ഞതാണ്. അച്ഛന്റെ മോളാന്ന് കണ്ടാ പറയത്തില്ല. ഇത് റിപ്പീറ്റ് മറുപടി ഞാൻ തന്നാണ്. സ്ത്രീധനമായിട്ട് എനിക്കൊന്നും വേണ്ട. എന്റെ കയ്യിലും ഒന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നോടും പൊക്കോളാൻ പറഞ്ഞു. അതെ, കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി? കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഓക്കെയാണല്ലേ? എല്ലാം ഓക്കെയാണ്. എന്നാലും ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ആ. ഈ ചിങ്ങത്തില് ഇവരുടെ കല്യാണം അല്ലേ അച്ഛാ? അച്ഛനോ? അതെ, നിങ്ങൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്. ഇതാണ് കല്യാണ ചെറുക്കൻ. ഞാനാണ് കല്യാണ ചെറുക്കൻ. ഇത് ചെറുക്കന്റെ അച്ഛൻ കേശു അഥവാ കേശവക്കുറുപ്പ്. മോനെ നീങ്ങുന്ന അച്ഛ, ഇത് തെറ്റിദ്ധാരണകള്. നാരായണൻകുട്ടി, എന്തോ ഇടങ്കോലിടരുത്. എടാ, ചെറുപ്പത്തിലെ നിങ്ങളുടെ അമ്മ മരിച്ചു, പിന്നെ അച്ഛൻ വേറൊരു പെണ്ണ് കെട്ടിയിട്ടില്ല. നിനക്ക് വേണ്ടിയാ ജീവിച്ചത്. എനിക്കും വേണ്ട. ഞാൻ ജീവിതകാലം മുഴുവൻ ഒറ്റന്തടിയായിട്ട് നിൽക്കണോ? ദൈവമായിട്ട് ആ കൊച്ചിനെ എന്റെ മുമ്പിൽ കൊണ്ടു നിർത്തുക. അല്ല അച്ഛാ, എനിക്ക് ആ പെങ്കുച്ചിനെ ഇഷ്ടപ്പെട്ടു. നിന്റെ ഇഷ്ടം നീ അങ്ങോട്ട് മറന്നേക്കുക. ഒരു ദുസ്വപ്നം കണ്ടതുപോലെ നീ അതങ്ങോട്ട് മറന്നേക്കുക. അല്ല, എനിക്ക് അച്ഛൻ കെട്ടിക്കോളാം, അച്ഛൻ പൊന്നുപോലെ നോക്കിക്കോളാം. പിന്നെ നീ അമ്മയായിട്ട് മാത്രമേ കാണാവൂ. അല്ല അച്ഛ, എന്റെ കാര്യം. എടാ, നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കുമെങ്കിലും നിനക്കൊട്ടും പ്രായമായിട്ടില്ലെന്ന് അച്ഛൻ അറിയാലോ. നിനക്ക് നല്ലൊരു കിളി പോലൊരു പെങ്കൊച്ചിനെ അച്ഛൻ സെറ്റ് ചെയ്ത് തരാം. തെറ്റ് ചെയ്തിരാ ഏട്ടാ, അത് മതി. എന്നാൽ നമ്മുടെ ബ്രോക്കറല്ലേ നിൽക്കുന്നത്, പുള്ളി ചെയ്തു തരും. എനിക്ക് ഇതുപോലെ തന്നെയുള്ള ഒരു ഞാൻ ഏറ്റവും, എനിക്ക് കമ്മീഷൻ കിട്ടിയാ പോരെ? അപ്പൊ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു. അച്ഛാ, അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ? ആരാ നിന്റെ അച്ഛൻ? എന്നൊക്കെ പ്രായത്തിലുള്ള നിനക്ക് മുടിയും കറപ്പിച്ചിട്ട് വന്നേക്കാണ് തെണ്ടി. അച്ഛനെ ചീത്ത പറയല്ലേ ഞാൻ പറഞ്ഞു. എന്റെ അപ്പൂപ്പിന്റെ പ്രായത്തിലുള്ള നിനക്ക് ചേട്ടൻ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നു? ഇവനെ പോലുള്ള നാറുകളെ എന്റെ വീട്ടിൽ കയറ്റി എന്നെ വേണം തല്ലാൻ. അതിനെന്താ? തല്ലിയില്ലേ? ഇറങ്ങിപ്പോടാ. അപ്പൊ വരാൻ താല്പര്യമില്ല? എനിക്ക് താല്പര്യമില്ല. വേണ്ട, കുഴപ്പമില്ല. എടാ, നാളെ എവിടെയാണ് ഇവന് പെണ്ണ് കണ്ടെന്ന് പറഞ്ഞു? മൂവാറ്റുപുഴ. അപ്പൊ നമുക്ക് മൂവാറ്റൂടെ പോയി കാണാം. അല്ല, മോചോടെ അച്ഛൻ വരണ്ട. ഞാനും ബ്രോക്കർ മാത്രം പൊക്കാം.